ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ കപ്പലിൽ കുടുങ്ങിയ മലയാളികളുടെ മോചനം വൈകുന്നു. കപ്പലിലുള്ളവരെ മോചിപ്പിച്ചതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് കോഴിക്കോട് സ്വദേശിയും കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറുമായ ശ്യാംനാഥിന്റെ അച്ഛൻ വിശ്വനാഥൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നാൽ മലയാളികളടക്കം കപ്പലിലെ മുഴുവൻ പേരെയും വിട്ടയച്ചെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ശ്യാംനാഥുമായി വീഡിയോ കോൾ വഴി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മോചനത്തെക്കുറിച്ച് മകനും അറിവൊന്നുമില്ല. വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ വേണം. കരാർ കാലാവധി കഴിഞ്ഞിട്ടും മോചനം നീളുകയാണെന്നും വിശ്വനാഥൻ. ഇസ്രായേലും ഇറാനും തമ്മിൽ ഉള്ളത് ആദ്യം വിട്ടയച്ചു. ഒരാഴ്ച കഴിഞ്ഞാൽ പോകാമെന്നുള്ള പറഞ്ഞില്ലേ. പിന്നെ ഇപ്പോൾ എവിടെയാണ് പ്രശ്നം? കമ്പനി. അങ്ങനെ ആവുമല്ലോ. അവർക്കിപ്പോൾ ഞാൻ പോയാൽ വേറൊരാൾ വേണം, അല്ലെങ്കിൽ ഷിപ്പ് മാനേജ് നടക്കില്ല. കമ്പനിക്ക് വിളിച്ചപ്പോൾ അവർ പറയുന്നു ഒന്നും പേടിക്കേണ്ട, അവരെല്ലാം സേഫാണ്. എനിക്ക് സേഫ് കൊണ്ട് കാര്യമില്ലല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരും. ഇതല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് നമ്മളെ കൂട്ടരെ ചെയ്യാനല്ല ആവശ്യം. മുതലാളിക്ക് പൈസയാണ് ആവശ്യം. ചിലപ്പോൾ എൻ്റെ മകൻ്റെ എഗ്രിമെൻറ്റ് കോൺട്രാക്ട് കഴിഞ്ഞു. വേറെ വയനാട്ടിലുള്ള ആ കൂട്ടരെ എഗ്രിമെൻറ്റ് കോൺട്രാക്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിലും പിന്നെ എംബസി തലത്തിലും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുക. ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം 25 ജീവനക്കാരാണുള്ളത്. വയനാട് സ്വദേശി PV ധനേഷ്, കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിൽ അവശേഷിക്കുന്ന മലയാളികൾ. മലയാളിയായ ആൻടെസയെ നേരത്തെ തന്നെ മോചിപ്പിച്ചിരുന്നു. മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് എല്ലാവരെയും മോചിപ്പിക്കാനുള്ള തീരുമാനമെന്നും കപ്പലിലെ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം ജീവനക്കാർക്ക് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാമെന്നും കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.